ഹായ് ഡിയേഴ്സ്, ക്രിസ്മസ് എക്സാം മാറ്റിവെച്ചേക്കുമെന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഞാൻ നിങ്ങളിലേക്ക് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇത്തരം വിദ്യാഭ്യാസപരമായിട്ടുള്ള വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. സോ ഡിയേഴ്സ്, നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ഘട്ടങ്ങളിലൂടെയാണ് ഇത് നടക്കുന്നത്. ഇതൊന്നും ഈ പറഞ്ഞ ഡേറ്റുകളൊന്നും നമ്മളെ സംബന്ധിച്ച്, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഡിപ്പെൻഡ് ചെയ്യുന്ന ഡേറ്റുകളല്ല. എന്നാൽ നമ്മുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വോട്ടെടുപ്പിൻ്റെ 1ാം ഘട്ടം ആരംഭിക്കുന്നത് ഡിസംബർ 9 ചൊവ്വാഴ്ചയും 2ാം ഘട്ടം ആരംഭിക്കുന്നത് ഡിസംബർ 11 വ്യാഴാഴ്ചയുമാണ്. അത് കഴിഞ്ഞ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത് ഡിസംബർ 13 ശനിയാഴ്ചയാണ്. ഈ വോട്ടെണ്ണുന്ന ദിവസം വരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മെജോറിറ്റി ബൂത്തുകളും, ഈ വോട്ട് ചെയ്യാൻ പോകുന്ന ബൂത്തുകളും നമ്മുടെ സ്കൂളുകളിലോ കോളേജുകളിലോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. കൂടുതലും സ്കൂളുകളിലാണ് ഉണ്ടാവാറുള്ളത്. അങ്ങനെ വരുന്ന സമയത്ത് ഡിസംബർ 13 വരെ ആ ബൂത്തുകളിൽ നിന്ന് വോട്ടിൻ്റെ തിരിമറികൾ നടത്താതിരിക്കാൻ അവിടെ കൃത്യമായ സെക്യൂരിറ്റിയോട് കൂടി ഒരുപാട് കാര്യങ്ങൾ, മാർഗനിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിസംബർ 13 വരെ ഒരു പരീക്ഷകൾ പോലും നടത്താൻ കഴിയില്ല എന്ന് സൂചിപ്പിക്കുന്ന തെളിവ് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഇത്തരം ഡേറ്റുകൾ എന്ന് പറയുന്നത്. സോ ഡിസംബർ 13 വരെ കഴിയില്ല എന്ന് പറയുമ്പോൾ ഡിസംബർ 13 ശനിയാഴ്ചയാണ്. തൊട്ടടുത്ത ദിവസം ഡിസംബർ 14 സോ 14 ഞായറാഴ്ചയാണ്. അന്നും എക്സാമിൻ്റെ ഒരു ഡേറ്റ് വരുന്നതല്ല, ബിക്കോസ് ദാറ്റ് ഈസ് സൺഡേ. ഓക്കെ, ഇനി വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 15 15 മുതൽ 19 വരെ. ഡിസംബർ 15 മുതൽ 19, അതായത് 15, 16, 17, 18, 19 എന്നീ ദിവസങ്ങളിൽ വേണം നമ്മുടെ സ്കൂളിലെ ക്രിസ്മസ് പരീക്ഷ, 2nd ടേം എക്സാം നടത്താനുള്ള ഡേറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ 5 ദിവസങ്ങൾ കൊണ്ട് 9ാം ക്ലാസ്സിൻ്റെയോ 10ാം ക്ലാസ്സിൻ്റെയോ 8ാം ക്ലാസ്സിൻ്റെയോ സിലബസുകൾ കവർ ചെയ്യുന്നത് എൻറ്റയർലി പ്രശ്നമായിരിക്കും. കാരണം ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരു ദിവസം 2 പരീക്ഷകൾ വീതം എഴുതേണ്ടി വരും. സോ ഒരു സമ്മർദ്ദത്തിലാക്കുന്ന ഒരു ടൈം ടേബിളായി മാറിയേക്കാം നമ്മുടെ ക്രിസ്മസ് പരീക്ഷ. ഇനി അത് മാത്രമല്ല, നമ്മുടെ +2, +1 ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഓരോ ദിവസങ്ങൾ ഇടവിട്ട് എക്സാമുകൾ നടത്താനുള്ള ഒരു ഗ്യാപ്പ് അവിടെ കാണുന്നില്ല. അവിടെ 1 by 1 ഓരോ ദിവസം എന്തുണ്ടാകും, എക്സാം ഉണ്ടാകും. സോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒരേപോലെ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു പരീക്ഷയായിരിക്കും ഈ വർഷത്തെ ക്രിസ്മസ് പരീക്ഷയുടെ നിർദ്ദേശങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാവുക. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി ഇതിൽ ഇടപെട്ടുകൊണ്ട് എങ്ങനെയായിരിക്കും ഇതിനൊരു ശാശ്വത പരിഹാരം കാണുക എന്നുള്ളത് നമ്മൾ വരും ദിവസങ്ങളിലായിട്ട് അറിയേണ്ടതുണ്ട്. 1, ക്രിസ്മസ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ മാത്രമാണ് വന്നത്. 2, ക്രിസ്മസ് പരീക്ഷയുടെ ദിവസങ്ങൾ, ഏതൊക്കെ ദിവസങ്ങളിലാണ് പരീക്ഷകൾ നടക്കുന്നത്, ആ ദിവസങ്ങളിൽ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നടക്കുന്നത് എന്നുള്ള കംപ്ലീറ്റ് ടൈം ടേബിൾ, അതായത് നമ്മുടെ ക്രിസ്മസ് പരീക്ഷയുടെ തീയതി പട്ടിക, അതായത് പട്ടിക കൃത്യമായിട്ട്, ആ ഒരു ടൈം ടേബിൾ ഉണ്ടല്ലോ, സമയവിവര പട്ടിക കൃത്യമായിട്ട് ഓരോ സബ്ജക്റ്റും ഏതൊക്കെ ദിവസങ്ങളിലാണെന്നുള്ളത് പുറത്തു വിട്ടെങ്കിൽ മാത്രമേ കുട്ടികളുടെ ഇപ്പോഴുള്ള സംശയത്തിന് ഉത്തരം ലഭിക്കുകയുള്ളൂ. അത് നമ്മൾ കാതോർത്തിരിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും 15 മുതൽ 19 വരെയാണ് എക്സാം നടക്കുന്നതെങ്കിൽ കേരളത്തിലെ മുഴുവൻ കുട്ടികളും നല്ല സ്ട്രെസ് എടുത്തുകൊണ്ട് പഠിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ചിലപ്പോൾ ചില സബ്ജക്റ്റുകൾ പഠിക്കാൻ കഴിയാത്തൊരവസ്ഥയും വന്നേക്കാം. ഇനി അതല്ല, ഗവൺമെൻറ് ഏതോ ഒരു വർഷം ചെയ്തതുപോലെ 2-3 പരീക്ഷകൾ ഈ സമയങ്ങളിലും, അത് കഴിഞ്ഞ് 2-3 പരീക്ഷകൾ ഈ ഒരു സമയകാല ഇടവേളയിലും 15 മുതൽ 19 വരെ ഒരു 2-3-4 സബ്ജക്റ്റുകൾ എക്സാം എഴുതിപ്പിച്ച് ക്രിസ്മസിലെ വെക്കേഷൻ കഴിഞ്ഞ് വരുന്ന ജനുവരി 1, 2, 3 ദിവസങ്ങളിലേക്ക് എന്ത് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഡിസംബർ 30, 31 ദിവസങ്ങളിലേക്ക് കൂടി നീട്ടിക്കൊണ്ട്, അതായത് വെക്കേഷന് ശേഷം 2-3 പരീക്ഷകൾ എന്ന രീതിയിൽ മാറ്റിയേക്കാം. അതും കുട്ടികളെ മേ ബി നെഗറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. കാര്യം വെക്കേഷനൊക്കെ പലരും പല സ്ഥലങ്ങളിലായിരിക്കും ഉണ്ടാവുക. അതോടൊപ്പം തന്നെ പോർഷൻസുകൾ തീർക്കാനുള്ളൊരു ഓട്ടം ടീച്ചേഴ്സിൻ്റെ ഇടയിൽ തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. സബ് ജില്ലയും ജില്ലയും കൂടി കടന്നു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിർബന്ധമായിട്ടും കുട്ടികൾ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു വിഷയമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മുന്നിലുള്ളത്. എന്ത് തീരുമാനമാണ് ഇവിടെ ഗവൺമെൻറ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കുക എന്നുള്ളത് കാതോർത്തിരിക്കണം. കാരണം ഇത് ജനങ്ങളുടെ പക്ഷത്താണോ, അല്ലെങ്കിൽ ജനങ്ങളിൽ തന്നെയുള്ള വിദ്യാർത്ഥികളുടെ പക്ഷത്താണോ കൂടുതൽ പ്രയോറിറ്റി, പരിഗണന കൊടുക്കുക എന്നുള്ളത് നമ്മൾ കാതോർത്തിരിക്കേണ്ടതുണ്ട്. ഓക്കെ, സോ തീർച്ചയായിട്ടും ഈ ഒരു മെസ്സേജ് മാക്സിമം ഫ്രണ്ട്സിലേക്കും അധ്യാപകരിലേക്കും നിങ്ങൾ എത്തിക്കേണ്ടതുണ്ട്. ഒരു ദിവസം 2 പരീക്ഷ, നിങ്ങൾ ഓക്കെയാണോ? കമൻറ്റ് ചെയ്യുക. ഓക്കെ, വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.